ഹായ് ഫ്രണ്ട്സ്, ജീവിത ഒരു യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റ് രാജധാനി ഗ്രൗണ്ടിലാണ്. ഇവിടെ ഓഷ്യാനസ് അണ്ടർ വാട്ടർ ടണൽ 2019 നടക്കുകയാണ്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ജനുവരി 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 25-ാം തീയതി വരെ ഉണ്ട്. ടിക്കറ്റ് റേറ്റ് 120 രൂപയാണ് വരുന്നത്. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 60 രൂപ മുതലാണ് ടിക്കറ്റ് റേറ്റ് ഈടാക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഡാഡിയാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഡാഡി. ഇന്ന് ഫുള്ള് ഞങ്ങളുടെ കൂടെ ഡാഡി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ചിൽഡ്രൻസ് പാർക്ക്, സ്റ്റേജ് ഷോ, ഫുഡ് കോർട്ട്, അങ്ങനെ ഒത്തിരി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അകത്ത് ചെയ്തിട്ടുണ്ട്. അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ കയറി നോക്കാം. നമ്മൾ കണ്ടത് പുറത്തുള്ള ഫിഷ് ടാങ്കുകളാണ്. അടുത്ത് നമ്മൾ ടണലിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ടണലിൽ പ്രവേശിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വെളിയിൽ വേറെ ഫിഷ് ടാങ്കിൽ മാത്രം വെച്ചിട്ടുള്ള ഫിഷസ് മാത്രമേ, പക്ഷേ ഇതിൻ്റെ അകം വളരെ മനോഹരമായിരുന്നു. നമ്മളിപ്പോൾ ടണലിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഫിഷസ് ആണ്.
ട്രിവാൻഡ്രത്ത് സെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ പ്ലസ് ഇതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് ഈ അണ്ടർ വാട്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോവിന് ഞാൻ കഴിച്ചു, നല്ലതാണ്. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഡാഡി എന്തോ കടല എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. ഡാഡി കിലോ 100 രൂപ. സൗണ്ട് പോയിരിക്കുകയാണ്, അതാണ് ഡാഡി പറയുന്നത് കേൾക്കാത്തത്. ഡാഡി കപ്പലണ്ടി വാങ്ങിച്ച് ഡാഡിയുടെ സൗണ്ടൊക്കെ ശരിയാണ്. ഞങ്ങളൊരു വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ എക്സ്പോ ഒക്കെ കണ്ട് ഇറങ്ങി കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമാണ്. ഈവനിങ് ടൈമിൽ ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പോ ആണ്. അണ്ടർ വാട്ടർ ടണലൊന്നും കാണാത്തവർക്ക് ഇതുവരെ കാണാത്തവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് കയറുമ്പോഴത്തേക്കും അക്യൂരിയത്തിൽ സെറ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഫിഷസ് ഒക്കെയാണ്. പക്ഷേ ടണലിലോട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുറച്ചേ ഉള്ളെങ്കിലും നല്ല സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കയറുമ്പോഴത്തേനും ഷോപ്പിംഗ് ആയിട്ട് ഒത്തിരി എക്സിബിഷൻസ് ഒക്കെ ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളും കുറേയൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഡാഡി തന്നെ കടലയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ എക്സ്പോ ഇവിടെ നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. മറ്റൊരു വ്ലോഗുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ.